അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏവർക്കും അറിയുന്നത് പോലെ യൂറോപ്യൻ എപ്പിസ്റ്റമോളജിയിൽ രൂപം കൊണ്ടിട്ടുള്ള ഒട്ടനവധിയായ ഇസങ്ങളും പ്രാക്ടീസുകളുമാണ് ഇന്ന് ലോകമാസകലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം അരാജകവാദങ്ങളുടെ നികൃഷ്ടമായ സ്വഭാവങ്ങളുടെ എല്ലാം ഒരു ക്രക്സ് പോയിന്റിനെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് ഡിവൈൻ എക്സിസ്റ്റൻസിനെ നിരാകരിക്കുന്ന ഒരു ഫിലോസഫിക്കൽ ബേസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദൈവാസ്തികപരമായ ചർച്ചകളാണ് സമീപകാലത്ത് ഏറെ ആവശ്യമുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിരവധിയായ ലിറ്ററേച്ചറുകൾ സമീപകാലത്ത് ആ ഒരു മേഖലയിൽ നടന്നിട്ടുമുണ്ട്. നമുക്കറിയാം മുഹമ്മദ് ഹിജാബിനെയും പോലെ, അതുപോലെ ഹംസ സോറസിൻ്റെ ഡിവൈൻ റിയാലിറ്റി പോലെ അനവധിയായ ശ്രമകരമായ ദൗത്യങ്ങളൊക്കെ അതിൽ നടന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ ഡിവൈൻ റിയാലിറ്റിയെ, ദൈവാസ്തിക്യത്തെ പ്രതിപാദിക്കുന്ന 3 ഫിലോസഫിക്കൽ ആർഗ്യുമെൻറ്റുകൾ പ്രസൻറ്റ് ചെയ്യാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിൽ ഡിസൈൻ ആർഗ്യുമെൻറ്റ്, അതുപോലെ തന്നെ കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്, അതിൽ തന്നെ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റും കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റും വരുന്നുണ്ട്. ശേഷം എവല്യൂഷണറി ആർഗ്യുമെൻറ്റ് അഗെയിൻസ്റ്റ് നാച്ചുറലിസം, അതിനുശേഷം സെൽഫ് എവിഡൻറ്റ് ട്രൂത്ത്. ഇങ്ങനെ ഒരു 4 ഫിലോസഫിക്കൽ ആർഗ്യുമെൻറ്റുകളാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഡിസൈൻ ആർഗ്യുമെൻറ്റ്. നമ്മൾ പ്രാഥമികമായിട്ട് 2 പ്രിമൈസുകൾ, അതിനുശേഷം അതിൻ്റെ നതീജ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഡിസൈൻ ആർഗ്യുമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ, പ്രപഞ്ചത്തിലെ എല്ലാ സാധനങ്ങൾക്കും ഒരു പ്രത്യേകമായ ഡിസൈൻ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ പ്രപഞ്ചമാകട്ടെ, നമ്മുടെ ശരീരങ്ങളാകട്ടെ, ശരീരത്തിലെ നിരവധിയായ ഓർഗനുകൾ, അതിനുള്ളിലെ എക്സ്ക്രീറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതിനെല്ലാം കൃത്യമായൊരു ഡിസൈൻ നമുക്ക് പ്രപഞ്ചത്തിന് അത്ഭുതമായി കാണാൻ കഴിയും. അപ്പുറത്ത് യൂണിവേഴ്സിൽ ബിഗ് ബാങ്ങിന് ശേഷം നമ്മുടെ സൗരയൂഥം വളരെ കൃത്യമായി അതിൻ്റെ പ്രതലങ്ങളിൽ വന്നു നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലുള്ള നിശ്ചിതമായ അളവ്, നിശ്ചിതമായ ഡിസ്റ്റൻസ്, അത് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ലാതെ കൃത്യമായി ഒരു യൂണിവേഴ്സൽ കോഡിൻ്റെ ഡിസ്റ്റൻസിലാണ് അത് നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ, ഭൂമിയിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യാൻ ഉപോത്പലകമായത് ആ ഒരു കൃത്യമായ ഡിസ്റ്റൻസാണ്. കൂടുതലായിട്ട് ചൂടുമില്ല, കൂടുതലായിട്ട് തണുപ്പുമില്ല. ആ ഒരു സന്തുലിതാവസ്ഥയാണ് ഭൂമിയിൽ ജീവൻ ഉത്ഭവിക്കാൻ കാരണമായത്. അത്തരം നിരവധിയായ ഡിസൈൻ ആർഗ്യുമെന്റിനെ സ്ഥിരീകരിക്കുന്ന വിശേഷങ്ങൾ, ഭൂമിയുടെ സവിശേഷമായ സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ എല്ലാത്തിനും ഒരു ഡിസൈൻ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായിട്ട് പ്രിമൈസ് വരുന്നത്, എല്ലാ ഡിസൈനുകൾക്കും ഒരു ഡിസൈനർ വേണമെന്നാണ്. ഈ ഒരു ഫോൺ ഉണ്ടാക്കാൻ അതിൻ്റെ ഡിസൈനർ അതിൻ്റെ കമ്പനിയാണ്. ഇവിടെ വാതിലുണ്ട്, അതിനെ ഉണ്ടാക്കാൻ ഒരു ഡിസൈനർ ആവശ്യമുണ്ട്, കാർപ്പൻ്റർ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിസൈനർ ആവശ്യമുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഡിസൈൻ വേണമെങ്കിൽ പ്രപഞ്ചത്തിനും ഒരു ഡിസൈൻ വേണം. അതുണ്ടാക്കാൻ ഒരു ഡിസൈനർ വേണം. അതാണ് നാം പരിചയപ്പെടുന്ന ദൈവം. നമ്മുടെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റാണ്. കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റിൽ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട്, കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റും വരുന്നുണ്ട്. കോസ്മോളജി പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ദൈവാസ്തിക്യവാദങ്ങൾക്കാണ് കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് പറയുന്നത്, തുടക്കമുള്ള എന്തിനും ഒരു തുടക്കക്കാരൻ വേണം. ഒരു സാധനത്തെ ചലിപ്പിച്ച് തുടങ്ങണമെങ്കിൽ, ഈ ഫോണിൻ്റെ ചലനം ഇവിടുന്ന് തുടങ്ങി ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ ഒരു തുടക്കക്കാരൻ വേണം. ചലനം തുടങ്ങാൻ ഒരു തുടക്കക്കാരൻ വേണം. അത്തരത്തിൽ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് താനും. ബിഗ് ബാങ് അടക്കമുള്ള എന്നുള്ള സ്റ്റാറ്റിക് യൂണിവേഴ്സിൻ്റെ ആളുകൾ ഇന്നും ഉണ്ടെങ്കിൽ കൂടി, പ്രപഞ്ചം തുടക്കമില്ലാത്തതാണ് അനാദിയാണ് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴുണ്ടെങ്കിൽ കൂടി, ശാസ്ത്രമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നതും ഫിലോസഫിക്കലി തെളിയിക്കപ്പെട്ടതുമായ സിദ്ധാന്തമാണ് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നത്. അത്തരത്തിൽ പ്രപഞ്ചത്തിന് തുടക്കമുണ്ടെങ്കിൽ തുടക്കമുള്ള എന്തിനും ഒരു തുടക്കക്കാരൻ വേണം. ആ തുടക്കക്കാരനാണ് നാം പരിചയപ്പെടുത്തുന്ന ദൈവം എന്ന് പറയുന്നത്. അത്തരത്തിൽ പിന്നീട് ദൈവത്തിന് തുടക്കമുണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ദൈവത്തിന് തുടക്കം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന് ആര് സൃഷ്ടിച്ചു എന്നൊരു ചോദ്യം കൂടി അവിടെ ഉത്ഭവിക്കുകയും, ഒപ്പം ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് പറയുന്ന ലോജിക്കൽ
ഫാലസി അവിടെ സംഭവിക്കുകയും ചെയ്യും. ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് പറഞ്ഞാൽ അനന്തമായി ഒന്ന് നീണ്ടുപോവുക. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇഷ്ടിക ഇങ്ങനെ 200 പേര് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആളുകൾ കൈമാറി വരികയാണ്. നമുക്ക് അതിനെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി ഇഷ്ടികകൾ ഇങ്ങനെ പരസ്പരം കൈമാറി വരുമ്പോൾ അത് ആദ്യം എടുത്തു കൊടുത്ത ആൾ മറ്റുള്ള ഒരാളിൽ നിന്ന് കൈമാറാതെ തനിക്ക് ലഭിക്കാതെ സ്വയം എടുത്തു കൊടുത്ത ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇഷ്ടിക നമ്മൾ ഈ കാണുന്ന ആളെടുത്ത് എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ബേസിക്കലി ഇൻഫിനിറ്റി റിഗ്രസ് നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ യുക്തിക്ക് ആലോചിക്കാൻ കഴിയാത്ത, അതിലൂടെ ഒന്നിൻ്റെ എക്സിസ്റ്റൻസിനെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരു നിശ്ചിത അവസ്ഥയിൽ അതിനെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതാണ് നാം പരിചയപ്പെടുന്ന ദൈവമായി ഇവിടെ വരുന്നത്. അടുത്തതായി കണ്ടിജൻസി ആർഗ്യുമെൻ്റാണ്. കണ്ടിജൻസി ആർഗ്യുമെൻറ്റിൽ നമ്മൾ എക്സിസ്റ്റൻസുകളെ 3 തരത്തിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് പോസിബിൾ എക്സിസ്റ്റൻസ്. അതിൽ സംഭവിക്കാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുള്ള ഒബ്ജക്റ്റുകളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ മനുഷ്യർ ഉണ്ടാവാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. മറ്റൊന്ന് ഇമ്പോസിബിളായ കാര്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ വട്ടത്തിലുള്ള ത്രികോണം രാവും പകലും ഒപ്പം വരിക, ഇത് ഇമ്പോസിബിളാണ്, അതൊരിക്കലും സാധ്യമല്ല. മറ്റൊന്ന് നെസസറിയാണ്, അത് ഉണ്ടാവൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന് ഈ ഫോൺ ഇവിടുന്ന് നീക്കണം എന്നുണ്ടെങ്കിൽ ഞാനെന്ന ആ നീക്കുന്ന ആൾ ഉണ്ടാകൽ നിർബന്ധമാണ്. അതിനാണ് നെസസറി എക്സ്റ്റൻസ് എന്ന് പറയാം. പോസിബിൾ എക്സ്റ്റൻസ് ഉണ്ടാകണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു നെസസറി എക്സ്റ്റൻസിന് ആവശ്യമുണ്ട്. പ്രപഞ്ചം ഒരു പോസിബിൾ എക്സ്റ്റൻസ് ആണ്. പ്രപഞ്ചം ഉണ്ടാകാതിരിക്കാനും സാധ്യത ഉണ്ടായിരുന്നു. അതിനെ ഉണ്ടാകൽ എന്ന സിഫത്തിനെ തിരഞ്ഞെടുത്ത ഒരു മുറജ്ജിഹ്, അതാണ് നാം പരിചയപ്പെടുത്തുന്ന ദൈവം. അത്തരത്തിലൊരു മുറജ്ജിഹിൻ്റെ ആവശ്യമുണ്ട് താനും. അത്തരത്തിലൊരു മുറജ്ജിഹ് ഇല്ലാതെ അതൊരിക്കലും ഉണ്മ പ്രാപിക്കുകയില്ല. കണ്ടിജൻസി ആർഗ്യുമെന്റ് മറ്റൊരു തലത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. കണ്ടിജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഡിപ്പെൻഡന്റ്, ഒന്നിലേക്ക് ആവശ്യമുള്ളത്. പ്രപഞ്ചത്തിൽ ഓരോന്നും മറ്റൊന്നിലേക്ക് ആവശ്യമുള്ളതാണ്. അത്തരത്തിൽ ഈ ആവശ്യങ്ങളുടെ ഒരു സിൽസില, ഇതിൻ്റെ ഒരു ചെയിന് നീണ്ടുപോയി കഴിഞ്ഞാൽ അത് വീണ്ടും നേരത്തെ പറഞ്ഞ ലോജിക്കൽ ഫാലസി ആയിട്ടുള്ള ഇൻഫിനിറ്റ് റിഗ്രസിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ഇതിനെ എവിടെയെങ്കിലും വെച്ചല്ല, അതിൻ്റെ ഏറ്റവും അപ്പർമോസ്റ്റ് സ്റ്റേജിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ചെയിനിനെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാൻ ഏറ്റവും ഫീച്ചേഴ്സിൽ ആപ്റ്റായിട്ടുള്ളത് നമ്മൾ ലോകത്തെ മതസിദ്ധാന്തങ്ങൾ പരിചയപ്പെടുത്തുന്ന ദൈവങ്ങളാണ്. അതിലൂടെയും കണ്ടിജൻസി ആർഗ്യുമെൻ്റ് പ്രകാരവും ദൈവാസ്തിത്വം ഇവിടെ സ്ഥിരപ്പെടുകയാണ്. പ്രപഞ്ചം സംഭവാസ്തിത്വമായിട്ട് കൂടി അതിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മുറജ്ജിഹ് ദൈവമായി പരിചയപ്പെടുത്തപ്പെടുന്നു. അതുപോലെ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള വേൾഡിനെ അതിൻ്റെ ആശ്രിത തത്വത്തിൻ്റെ ഒരു സിൽസില വരച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അവസാനം എത്തി നിൽക്കേണ്ട ഒരു പൊസിഷനായിട്ടും ദൈവം പരിചയപ്പെടുത്തപ്പെടുകയാണ്. ഇനിയുള്ളത് സെൽഫ് എവിഡൻറ്റ് ആർഗ്യുമെൻ്റാണ്. ലോകത്ത് എപ്പിസ്റ്റമോളജിക്കലി നമ്മൾ വിജ്ഞാന സമ്പാദനത്തിനായി സ്വീകരിക്കുന്നത് 4 മാതൃകകളാണ്. അതിൽ ആദ്യത്തേത് ഇൻറ്റ്യൂഷൻ. മനുഷ്യൻ്റെ അവബോധ മനസ്സിനെയാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് വിളിക്കുക. ലോകത്തുള്ള നിരവധിയായ പഠനങ്ങളിൽ കുട്ടികളിലും ഈവൻ മതവിശ്വാസികളല്ലാത്തവരിൽ പോലും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തരം മാനസികമായ ഉത്ബോധം ഉള്ളതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആർ ചിൽഡ്രൻ ഇൻറ്റ്യൂട്ടീവ് തീയിസ്റ്റ്സ്, അതുപോലെ ദ ഡിവൈഡഡ് മൈൻഡ്സ് ഓഫ് എ ഡിസ്ബിലീവർ തുടങ്ങിയ പഠനങ്ങൾ അതിന് സാക്ഷിയുമാണ്. രണ്ടാമതായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു എപ്പിസ്റ്റമോളജി നമ്മുടെ അതോറിറ്റിയാണ്, ഉദ്ധരണപരമായ തെളിവുകളാണ്. അത്തരം തെളിവുകളിലൂടെ ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ, ഖുർആനിലൂടെ, ഹദീസിലൂടെ ദൈവാസ്തിത്വം സ്ഥിരപ്പെട്ടു വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് അതോറിറ്റി പ്രകാരം, ടെസ്റ്റിമോണി എന്നും അതിന് ടെർമിനോളജിക്ക് പറയും, അതുപ്രകാരവും വിജ്ഞാന സമ്പാദനത്തിൻ്റെ രണ്ടാമത്തെ മാതൃകയിലൂടെയും ദൈവാസ്തിത്വം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തേത് റാഷണാലിറ്റിയാണ്, ബുദ്ധിപരമായി ദൈവത്തിലേക്ക് എത്തിക്കുന്ന ഒരു രീതി. ആ രീതിയിലൂടെയും നമ്മൾ 3 ആർഗ്യുമെൻറ്റുകൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. 3 ആർഗ്യുമെൻറ്റും യുക്തിപരമായി ദൈവത്തിലേക്ക് എത്തുന്ന, സ്ഥിരപ്പെടുത്തുന്ന തെളിവുകളാണ്. അതുകൊണ്ട് വിജ്ഞാന സമ്പാദനത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസ്റ്റമോളജിക്കൽ വിശേഷത്തിലൂടെ കൂടി ദൈവാസ്തിത്വം സ്ഥിരപ്പെടുകയാണ്. നാലാമത്തേത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു
ജ്ഞാനശാസ്ത്ര വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എംപിരിസമാണ്. ഫിസിക്കലി നമ്മളൊന്നിനെ മനസ്സിലാക്കാനും സയൻസ് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു എപ്പിസ്റ്റമോളജിയാണ്. ഫിസിക്കലി നമ്മളൊന്നിനെ കാണാൻ, നമ്മളൊന്നിനെ പഠിക്കാൻ സ്വീകരിക്കുന്നതാണ് ഈ എംപിരിസം. അതിലൂടെ ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. കാരണം ദൈവം ഫിസിക്കലായിട്ടുള്ളതല്ല, മെറ്റാഫിസിക്കലാണ്. മെറ്റാഫിസിക്കലായ ഒന്നിനെയും നമുക്ക് എക്സിസ്റ്റൻസിനെ എംപിരിക്കലി മനസ്സിലാക്കാൻ കഴിയില്ല. അത് അതിൻ്റെ നമ്മുടെ പരിമിതിയാണ്. ആ എക്സിസ്റ്റൻസ് അവിടെ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവല്ല. മറ്റൊന്ന് എവല്യൂഷണറി ആർഗ്യുമെൻ്റ് അഗെയിൻസ്റ്റ് നാച്ചുറലിസമാണ്. അതായത് ഇന്ന് നാച്ചുറലിസ്റ്റുകൾ എന്ന് പറയുന്ന നവ ലിബറൽവാദികൾ ആവശ്യപ്പെടുന്നത് പ്രകാരം അവരുടെ ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക് വരുന്നത് എവല്യൂഷണറി ആർഗ്യുമെൻറ്റ് കേന്ദ്രീകരിച്ചാണ്. എവല്യൂഷൻ ശരിയാകണമെങ്കിൽ എവല്യൂഷനിലൂടെ നമ്മുടെ ബുദ്ധി രൂപപ്പെട്ട് വരുമ്പോൾ അതൊരിക്കലും നന്മയെ അല്ലെങ്കിൽ ട്രൂത്ത് റിലയബിൾ ആയിട്ടല്ല അത് വളർന്നു വരിക, അതിൻ്റെ എവല്യൂഷൻ സംഭവിക്കുക. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് ഞങ്ങൾ നാച്ചുറലിസം സ്വീകരിച്ചവരാണ്. നാച്ചുറലിസം പറയുന്നത് പ്രകാരം ഭൗതിക വസ്തുക്കൾ മാത്രമേ ലോകത്ത് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുള്ളൂ എന്നൊന്നും അവർക്ക് പറയാൻ അവകാശമില്ല. കാരണം അവരുടെ ബുദ്ധി ട്രൂത്ത് റിലയബിളായി വികസിച്ചു വന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ പരിണാമം തെറ്റാണെങ്കിൽ പിന്നീട് അവിടെ വരുന്നത് സൃഷ്ടിവാദമാണ്. അവിടെ എന്തായാലും ദൈവത്തിന് സ്കോപ്പുണ്ട്. അല്ലെങ്കിൽ പരിണാമം തെറ്റായതുകൊണ്ട് പരിണാമം ശരിയാണ്. പരിണാമം ശരിയാക്കണമെങ്കിൽ നാച്ചുറലിസം തെറ്റുമാകും. ഇത് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ തങ്ങളുടെ ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്കിനുള്ളിൽ ഈ ഒരു നാച്ചുറലിസവും എവല്യൂഷണറി ആർഗ്യുമെൻറ്റും രണ്ടും എവല്യൂഷൻ തിയറിയും ഒരേ സമയം എത്തിസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ ഫ്രെയിംവർക്കിനുള്ളിൽ തന്നെ നമ്മൾ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആർഗ്യുമെൻ്റാണ്. അപ്പോൾ ഈ ഒരു 4 ആർഗ്യുമെൻ്റാണ് പ്രധാനമായിട്ടും ഇന്ന് സ്കോളാറ്റിക് ലെവലിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അസ്തിത്വത്തെയും അവൻ്റെ മാരിഫത്തിനെയും ലഭിക്കുന്ന ഉത്തമരായ ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.